മലപ്പുറം പൂക്കോട്ടുംപാടത്ത് ക്ഷേത്രം ആക്രമിച്ച സംഭവത്തിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആക്രമണത്തെ മറയാക്കി സമൂഹമാധ്യമങ്ങളിലൂടെ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയവരെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പരാതി ലഭിക്കാത്തതിനാൽ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ക്ഷേത്രം ആക്രമിച്ചത് മലപ്പുറം ജില്ലയിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ചിലരുടെ ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഇതിന് പിന്നിലുള്ളവരെ പിടികൂടണമെന്നുമാണ് ആവശ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ കന്നുകാലി കച്ചവടം ഉൾപ്പെടെയുള്ള മാട്ടിറച്ചി നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് വരികയും അതിനെതിരെ വലിയ പ്രതിഷേധം രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയാകെ തന്നെ അതിൽ നിന്ന് തിരിച്ചുവിടുകയും അതിലൂടെ RSS ഉദ്ദേശിക്കുന്ന രീതിയിൽ ധ്രുവീകരണത്തിനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സാഹചര്യം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യം ഇതിനകത്തുണ്ട് എന്നുള്ളൊരു സംശയമാണ് പൊതുവിൽ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ. സമൂഹമാധ്യമങ്ങളിലൂടെ വർഗീയ പ്രചാരണം നടത്തിയവർക്കെതിരെ കേസെടുക്കുമെന്ന് മലപ്പുറം SP ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ആരെയും പിടികൂടിയിട്ടില്ല. പ്രതിയെ പിടികൂടിയ ശേഷവും വർഗീയ വേർതിരിവ് സൃഷ്ടിക്കുന്ന തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ സർവകക്ഷി സംഘം രംഗത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 20-ന് വാണിയമ്പലത്തെ ക്ഷേത്രം ആക്രമിച്ച കേസിലും മോഹനകുമാറാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മോഹനകുമാറിനെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മീഡിയ 1 മലപ്പുറം.